ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നാണ് നമ്മൾ വന്നിരിക്കുന്നത് പഞ്ചിങ് മെഷീൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് പറയുന്നത്. ഈ ബീഡ്സ് അബായയിലും ഫ്രോക്കിലും ഒക്കെ നമുക്ക് പഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ആദ്യം ഈ പാർട്സ് നമുക്ക് പഞ്ചിങ് മെഷീനിലേക്ക് ഇടാം. ഇതുപോലെ ഇട്ടതിന് ശേഷം രണ്ട് സൈഡിലുള്ള സ്ക്രൂവും ടൈറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ബീഡ്സ് ഇടുന്ന പാർട്സ് ആണുള്ളത്. അത് വലിയ ബീഡ്സ് ഇടുന്നതും ചെറിയ ബീഡ്സ് ഇടുന്നതും ഉണ്ട്. ഞാനിപ്പോൾ വലിയ ബീഡ്സ് ഇടുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിലേക്ക് വെച്ച് ഇതുപോലെ കറക്കി ടൈറ്റ് ചെയ്തെടുക്കാം. ഇത് ഇത്രയുമേ ഉള്ളൂ ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പഞ്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതിൽ ബീഡ്സിന് താഴേക്ക് വയ്ക്കാൻ പാകത്തിന് ഒരു ആണി പോലൊരു സംഭവമുണ്ട്. ബീഡ്സിൽ പഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ആണി പോലത്തെ ഒരു സംഭവമുണ്ട്. അതാണ് നമുക്ക് ആദ്യം ഇടേണ്ടത്. ഇത് ഇങ്ങനെ കുത്തനെ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. മുകളിലേക്ക് ആണി പോലെ ഇരിക്കുന്ന ഭാഗം മുകളിലേക്ക് വരാൻ പാകത്തിന് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ആണ് ആണി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇടേണ്ടത്. ഇതുപോലെ കുത്തനെ വരണം. ഇനി ബീഡ്സ് നമുക്ക് വയ്ക്കാം. ബീഡ്സ് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബീഡ്സ് എടുത്തതിന് ശേഷം ഇതാണ് വലിയ ബീഡ്സാണ് നമ്മളിവിടെ പഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. അതിനുശേഷം മെറ്റീരിയൽ എടുത്ത് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. രണ്ടിൻ്റെ നടുക്കായിട്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം നമുക്ക് പഞ്ച് ചെയ്യാം. ഇതുപോലെ മുകളിൽ നിന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്താൽ ഇത് ബീഡ്സ് പഞ്ചായിക്കോളും. ഇതുപോലെ ബീഡ്സ് പഞ്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ വലുതും ചെറുതും നമുക്ക് പഞ്ച് ചെയ്തെടുക്കാം. ഇത് മുഴുവനായിട്ട് പഞ്ച് ചെയ്ത ഇതാണ് ഈ കാണുന്നത്. ഇതുപോലെ പഞ്ച് ചെയ്ത് നമുക്ക് പല മോഡലുകളിൽ പല രീതിയിൽ നമുക്ക് പഞ്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയ ബീഡ്സിൻ്റെയും കൂടെ പഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ മാറ്റിയതിന് ശേഷം ചെറുതിൻ്റെ ഇട്ട് കൊടുക്കുക. ചെറുതിൻ്റെത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ബീഡ്സ് വെച്ച് പഴയതുപോലെ തന്നെ ഇതുപോലെ ബീഡ്സും വെച്ച് ആണി താഴെയും ഇട്ടതിന് ശേഷം മെറ്റീരിയൽ വെച്ച് പഞ്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പഞ്ചിങ്ങിൻ്റെ വീഡിയോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.